ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നോമ്പ് തുറന്ന ശേഷം കഴിക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവം കൊണ്ടാണ്. അതുപോലെ ഇഫ്താർ പാർട്ടിക്കൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു വിഭവമാണ് ബട്ടൂര. അതുപോലെ തന്നെ അതിൻ്റെ കൂടെയുള്ള ഈ ഒരു കറി ഉണ്ടല്ലോ, അഫ്ഗാനി ചിക്കനാണ്. അഫ്ഗാനി ചിക്കനും ബട്ടൂരയും കിട്ടില്ല കോമ്പിനേഷനാണ്. നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു കറിയാണ്, ചിക്കൻ കറിയാണ് ഈ അഫ്ഗാനി ചിക്കൻ കറി. അത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും. അപ്പോൾ എന്തായാലും ബട്ടൂരയും ഈ അഫ്ഗാനി ചിക്കൻ ഗ്രേവിയും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. അത് രണ്ടും കൂടിയുള്ള കോമ്പിനേഷൻ കിടിലോ കേട്ടോ. അപ്പോൾ ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക്സ് എഴുതിയിരിക്കാനും മറക്കരുത്. പിന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൂടെ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം. ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോകാം. ആദ്യം നമുക്ക് ചിക്കൻ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാനുണ്ട്. നല്ല സിമ്പിളായിട്ടുള്ളൊരു കറി കേട്ടോ, അഫ്ഗാനി ചിക്കൻ ഗ്രേവിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനായിട്ട് ബ്ലെൻഡറിൻ്റെ ചെറിയ ജാർ എടുത്തിട്ട് ഞാൻ 1 കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. ഒരു കപ്പിൽ കുറച്ച് കുറവുണ്ട്, എന്നാലും 1 കപ്പ് എടുത്തോളൂ നിങ്ങൾ. ഇത് പുളിയില്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ മിൽക്കി മിസ്റ്റിൻ്റെ തൈരുണ്ടല്ലോ, അതാണ് എടുത്തിട്ടുള്ളത്. നാടൻ തൈര് എടുക്കരുത് കേട്ടോ. പിന്നെ 1 കപ്പ് തൈരിലോട്ട് ഞാനൊരു 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് എടുത്തിട്ടുണ്ട്. ഒരു 20 എണ്ണമൊക്കെ ഉണ്ടാവും. അപ്പം ഇതും സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കാൻ നോക്കുക. 1/4 കപ്പ് അണ്ടിപ്പരിപ്പ് ഞാൻ ചൂടുവെള്ളത്തിൽ ഒരു 5 മിനിറ്റ് സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വെള്ളം ഒഴിവാക്കിയിട്ട് അണ്ടിപ്പരിപ്പ് മാത്രമേ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നല്ല സ്മൂത്തായിട്ട് തന്നെ അരച്ചെടുക്കണം. ഒട്ടും തന്നെ കഷ്ണങ്ങളൊന്നും ഇല്ലാണ്ട് നല്ല സ്മൂത്തായിട്ടൊന്ന് അരച്ചെടുക്കണം. അഫ്ഗാനി ചിക്കനിലോട്ട് അണ്ടിപ്പരിപ്പ് മസ്റ്റാണ്. അപ്പോൾ കുറച്ച് മാത്രമേ ഞാനിവിടെ എടുക്കുന്നുള്ളൂ. കുറച്ചുകൂടെ കൂടുതലുണ്ടെങ്കിൽ കിടിലൻ ടേസ്റ്റ് ആവും. പക്ഷേ നമുക്കിപ്പോൾ എല്ലാവർക്കും അണ്ടിപ്പരിപ്പ് ഒരേപോലെ എടുക്കാൻ പറ്റണമെന്നില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിവിടെ 1/4 കപ്പാണ് 1 കപ്പ് തൈരിലോട്ട് ചേർക്കുന്നത് കേട്ടോ. അപ്പോൾ അത് വലിയൊരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇഞ്ചി വെളുത്തുള്ളി അതൊന്ന് പേസ്റ്റാക്കി എടുക്കുക. അതൊരു 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക. ഇഞ്ചി കുറച്ച് മതി, വെളുത്തുള്ളി കൂടുതലും. ഞാനിപ്പോൾ ഇവിടെ 1 കിലോയോട് മുകളിൽ ഉള്ള ചിക്കനാട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്കുള്ള മാരിനേഷനാണ് ഇപ്പോൾ പറയുന്നത്. പിന്നെ ഒരു 1/4 ടീസ്പൂണ് ഏലക്ക പൊടിച്ചത്, പിന്നെ 1/2 ടീസ്പൂണ് ഗരം മസാലപ്പൊടി, പിന്നെ ഞാനൊരു 1 ടീസ്പൂണ് മാത്രമേ എടുത്തിട്ടുള്ളൂ കുരുമുളക് പൊടി. എരിവ് ഇഷ്ടമുള്ളത് തീർച്ചയായിട്ടും ഒരു 2 ടീസ്പൂണൊക്കെ ഇട്ടെടുത്തോളൂ. പിന്നെ ഇതിലോട്ട് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാണ്ട് ചേർക്കാനുള്ള മെയിനായിട്ടുള്ള വേറൊരു ചേരുവയാണ് കസൂരി മേത്തി, അതായത് ഉലുവയുടെ ഇല. അതൊക്കെ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അത് ചേർക്കണം. അത് ചേർത്താലേ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവുള്ളൂ നമ്മുടെ ഈ ഒരു ചിക്കൻ ഗ്രേവിക്ക്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്, ഇതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ കസൂരി മേത്തി ഒരു 2 ടീസ്പൂണോളം ചേർത്തിട്ടുണ്ട് കേട്ടോ. എന്നാലേ നല്ലൊരു ഫ്ലേവറൊക്കെ ഉണ്ടാവുള്ളൂ. ഇതെല്ലാം കൂടി നല്ലോണം ഒന്ന് കൈ കൊണ്ട് മിക്സ് ചെയ്യുക, അല്ലെങ്കിൽ സ്പൂൺ കൊണ്ട് മിക്സ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്യുക. ഇനി അതിലോട്ട് നമ്മൾ വലിയ പീസാക്കിയുള്ള ചിക്കനാണ് ഇതിലോട്ട് വേണ്ടത്. ചെറിയ പീസാക്കരുത്. ചെറിയ പീസാക്കിയാലുള്ള പ്രശ്നം ഞാൻ അത് ഉണ്ടാക്കുന്ന സമയത്ത് പറഞ്ഞുതരാം. അപ്പോൾ ഇതാ വലിയ പീസാക്കിയിട്ടുള്ളതെന്ന് പറയുമ്പം ഈ ഒരു മീഡിയം കഷ്ണങ്ങളാക്കിയാൽ മതി. ബിരിയാണിയിലോട്ടുള്ള അത്രയും വലിയ പീസൊന്നും ആക്കണ്ട. അത് നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം വെള്ളമൊക്കെ ഡ്രെയിൻ ചെയ്തിട്ട് വേണം ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ. അപ്പോൾ ഇതിലിങ്ങനെ നന്നായിട്ടിത് സോക്കായി കിടക്കണം, എന്നാലേ ആ ചിക്കൻ നന്നായിട്ട് സോഫ്റ്റായിട്ട് വരുള്ളൂ. അതുപോലെ മാരിനേഷനൊക്കെ നന്നായിട്ട് പിടിക്കുകയുള്ളൂ. ഇനി ഇതാ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. 1 കിലോയുടെ മുകളിലാണ് കേട്ടോ ഈ ഒരു ചിക്കന്. ഇത് ഞാനൊരു 2 മണിക്കൂറോളം ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട്. ഫ്രീസറിലല്ല, ഫ്രിഡ്ജിൽ താഴെ വെച്ചാൽ മതി. അതിന് ശേഷമാണ് നമ്മൾ ഈ ഒരു വിഭവം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി നമ്മൾ 2 മണിക്കൂറിന് ശേഷം പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ആണ് ഞാനിപ്പോൾ ഇവിടെ എടുക്കുന്നത്. അതിന് പകരം ഓയിൽ എടുക്കുക. അപ്പോൾ നമ്മൾ ഫ്രിഡ്ജിൽ വെച്ചിട്ടുള്ള ചിക്കൻ കണ്ടോ, നല്ലോണം കട്ടിയായിട്ടുണ്ട്. മസാലയൊക്കെ നന്നായിട്ട് ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. മസാല തേച്ച പാടെ നമ്മളത് ഫ്രൈ ആക്കാൻ നിൽക്കരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2 മണിക്കൂറെങ്കിലും നമ്മളത് ഫ്രിഡ്ജിൽ വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ എണ്ണ ചൂടാക്കിയിട്ട് അതിലോട്ട് ചിക്കൻ ഇട്ട് കൊടുത്ത്, ചിക്കൻ മാത്രം ഇട്ട് കൊടുക്കുക കേട്ടോ. ഗ്രേവി ഒരുപാടൊന്നും ചേർക്കണ്ട. ചിക്കൻ നന്നായിട്ട് മസാലയൊക്കെ പിടിപ്പിച്ചിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ നല്ല സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. ആദ്യം ഒന്ന് മാരിനേറ്റ് ചെയ്യുക, പിന്നെ ആദ്യം നിന്ന് എടുത്തിട്ട് ചിക്കൻ ഫ്രൈ ആക്കി എടുക്കുക. എന്നിട്ട് ആ മാരിനേഷനും കൂടി ഒഴിച്ചു കൊടുക്കുക, പിന്നെ ഫ്രഷ് ക്രീമും കൂടി ഒഴിച്ചു കൊടുക്കുക. അത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ കറിയാണ്, പക്ഷേ കിട്ടില്ല ടേസ്റ്റാട്ടോ. എന്തായാലും എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവും. ഇതിൽ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് കസൂരി മേത്തിയും അതുപോലെ അണ്ടിപ്പരിപ്പുമാണ്. അപ്പോൾ അത് രണ്ടും സ്കിപ്പ് ചെയ്യാണ്ട് ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ ഉള്ളി തക്കാളി അതൊന്നും ചേർക്കുന്നില്ലല്ലോ. അപ്പോൾ അതൊക്കെ നമ്മൾ അത്രയും സമയം നമുക്ക് ലാഭിക്കാം. അതുപോലെ തന്നെ അത്രയും ചേരുവകൾ ആവശ്യമില്ല.
അപ്പോൾ നമ്മൾ രണ്ട് വശവും ഒന്ന് തിരിച്ചു മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ്റെ കളർ കണ്ടോ, ഒരു ചെറിയൊരു ഗോൾഡൻ കളറൊക്കെ അയച്ചിട്ടുണ്ട്. എന്നിട്ട് ചിക്കൻ ഇതുപോലെ ഒരു പ്ലേറ്റിലോട്ട് കോരി മാറ്റാം. കുറച്ച് ചിക്കൻ മാത്രമാണെങ്കിൽ നമ്മൾ എണ്ണ മാത്രം കുറച്ചൊന്ന് മാറ്റിയെടുത്താൽ മതി. ഇതിപ്പോൾ ഞാൻ 2 ബാച്ചായിട്ടാണ് ചിക്കൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചിക്കൻ എടുത്ത് മാറ്റുന്നുണ്ട്. അപ്പോൾ രണ്ടാമത്തെ ബാച്ച് ചിക്കൻ ഇട്ട് കൊടുക്കുക. 2 വശവും ഒന്ന് ഗോൾഡൻ ആവുന്ന വരെ ഒന്ന് ഫ്രൈ ആക്കി എടുക്കണം. പിന്നെ ഒരുപാട് ഫ്രൈ ആക്കണം കേട്ടോ, ഡീപ്പ് ഫ്രൈ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇനി ഈ ഒരു ഗ്രേവിയിലിട്ടിട്ട് ചിക്കൻ ഒന്ന് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ചിക്കൻ ചെറുതായിട്ടൊന്ന് 2 വശം ഒന്നിങ്ങോട്ട് ഒരു 90% ഒന്ന് കുക്കായി കിട്ടിയാൽ മതി. ബാക്കി 10% നമ്മൾ ഗ്രേവിയിലിട്ടിട്ടാണ് കുക്ക് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ കുഞ്ഞ് പീസാക്കിയിട്ടാണ് നമ്മൾ ഇതുപോലെ ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചിക്കൻ ഇതുപോലെ ഫ്രൈ ചെയ്തെടുക്കുമ്പം അത് ഉടഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് വലിയ പീസാക്കണം എന്ന് പറയുന്നത് കേട്ടോ. ഇനി ഞാൻ ഈ ഫ്രൈ ചെയ്തിട്ടുള്ള എണ്ണ കുറച്ച് മാറ്റുന്നുണ്ട് കേട്ടോ. ഇത്രയേ ഉള്ളൂ. പിന്നെ അതിൻ്റെ അടിയിൽ നമ്മൾ ഇതിൻ്റെ മസാലയൊക്കെ ഒന്ന് പറ്റി പിടിച്ചിട്ടുണ്ടാവും. അതൊക്കെ അവിടെ തന്നെ ഇരുന്നോട്ടെ. കുറച്ച് എണ്ണ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ പാനിൽ തന്നെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇതൊന്നും ഇങ്ങനെ ഇളക്കി കൊടുക്കുക. എന്നിട്ട് നമ്മളിപ്പോൾ ഫ്രൈ ചെയ്തിട്ടുള്ള ചിക്കൻ അതിലോട്ട് തന്നെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് എല്ലാം കൂടി ഒന്നും ഇങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. കാരണം ആ അടിയിലുള്ള ആ ഒരു ബ്രൗൺ കളറുള്ളത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ അത് അവിടെ തന്നെ ഇരുന്നോട്ടെ. ഈ ചിക്കൻ്റെ മസാലയൊക്കെയാണ് അവിടെ തന്നെ ഇരുന്നോട്ടെ. എന്നിട്ട് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്തിട്ട് ബാക്കിയുള്ള ഒരു ഗ്രേവി ഉണ്ടല്ലോ, അത് ഇതിൻ്റെ മുകളിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ ഒന്ന് കട്ടായി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം ആ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലോണം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഇതിലോട്ട് ഒരു സംഭവം കൂടി ചേർക്കാനുണ്ട്, ഫ്രഷ് ക്രീം ഞാൻ ഒരു 1/4 കപ്പോളൊക്കെ ചേർത്തിട്ടുണ്ടാവും. അപ്പോൾ ആദ്യമൊന്ന് ചേർത്ത് കൊടുത്ത് നോക്കുക. എന്നിട്ട് ടേസ്റ്റൊക്കെ നോക്കിയിട്ട് വേണമെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുക്കുക. അപ്പം നോമ്പ് നോറ്റിട്ട് നമ്മൾ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ടേസ്റ്റ് കറക്റ്റ് അറിയില്ലല്ലോ. അപ്പം ഞാൻ ഇപ്പോൾ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ. പിന്നെ നോമ്പ് തുറന്ന ശേഷം വേണമെങ്കിൽ ബാക്കി ചേർക്കാമെന്ന് വിചാരിച്ചിട്ട് ഫ്രഷ് ക്രീം കുറച്ച് ചേർത്തിട്ടുള്ളൂ. ഇനി ഇത് ഒന്നുകൊണ്ട് കുക്ക് ചെയ്തെടുക്കുക. ആ ഒരു ഗ്രേവിയിൽ ഈ ചിക്കൻ നന്നായിട്ട് ഒന്ന് കുക്കായിക്കോട്ടെ. പിന്നെ അഫ്ഗാനി ചിക്കൻ നമുക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ കുറച്ച് ലൂസായിട്ടുള്ള കറി പോലെയാണെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ അത് നല്ലോണം തിളയ്ക്കുന്നുണ്ട്. ആ ഒരു സ്റ്റേജിൽ ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണ് ഞാൻ ഇപ്പോൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതും അതുപോലെ ഇതിൻ്റെ കൂടെ കുറച്ചുകൂടി വെള്ളം ഒഴിക്കുക, അല്ലെങ്കിൽ കുറച്ചുകൂടി ഫ്രഷ് ക്രീമും ഒന്നുകൂടെ ലൂസാക്കി എടുക്കണമെങ്കിൽ അങ്ങനെ ചെയ്തെടുക്കുക. അത് നമ്മൾ സെർവ് ചെയ്യുന്ന നേരത്ത് മാത്രം ചെയ്തെടുത്താൽ മതി കേട്ടോ. അപ്പം ഞാനിപ്പം ഈ ഒരു സമയത്ത് ഇതാ ഇങ്ങനെ വെച്ചിട്ടുള്ളൂ. പിന്നെ സെർവ് ചെയ്യുന്ന നേരത്ത് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമ്മുടെ അഫ്ഗാനി ചിക്കൻ അവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബട്ടൂര റെഡിയാക്കാം. അപ്പോൾ ഒരു ബൗളെടുത്തിട്ട് ഞാൻ 3 കപ്പ് മൈദപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു മെഷർമെൻറ്റ്സ് പറയുന്നത് 3 കപ്പ് മൈദപ്പൊടിയിലോട്ട് കേട്ടോ. അപ്പോൾ അതിന് ഡബിളൊക്കെ എടുക്കുമ്പോൾ അതിനനുസരിച്ച് ബാക്കിയുള്ളതും ചേരുവകളൊക്കെ ഡബിൾ എടുക്കുക. അപ്പോൾ ആദ്യം കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് മാത്രം ചേർത്താൽ മതി. പിന്നെ 2 ടീസ്പൂണോളം പഞ്ചസാര ചേർക്കുന്നുണ്ട്. അത് മസ്റ്റായിട്ടും ചേർത്ത് കൊടുക്കുക കേട്ടോ. പിന്നെ സാധാരണ ബട്ടൂരൊക്കെ ഉണ്ടാക്കുമ്പം ഈസ്റ്റ് ചേർത്തിട്ടായിരിക്കും ഉണ്ടാക്കുന്നത്. ഇതിപ്പം ബേക്കിംഗ് സോഡ ചേർത്തിട്ടാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇൻസ്റ്റൻ്റായിട്ട് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുണ്ട് ഇത്രയും മൈദയിലോട്ട് കേട്ടോ. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ മുമ്പും ഷെയർ ചെയ്തിട്ടുള്ളത് ഈസ്റ്റ് ചേർക്കാത്ത ബട്ടൂര തന്നെയായിരുന്നു. ഈ ഒരു റെസിപ്പി ഞാൻ ഒരുപാട് മുമ്പേ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടിട്ട് ഒരുപാട് പേര് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി ഒരു 2 ടേബിൾ സ്പൂണോളം ഓയിൽ ചേർത്ത് കൊടുക്കുക. സൺഫ്ലവർ ഓയിലാണ് ചേർക്കേണ്ടത്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. കൈകൊണ്ട് മിക്സ് ചെയ്യുകയാണെങ്കിൽ നല്ലത്. ഇനി നമ്മളിത് മാവ് പോലെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ വെള്ളത്തിന് പകരം എടുക്കുന്നത് പാലും തൈരും കൂടിയുള്ള ഒരു മിക്സ്ചറാണ്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 3 കപ്പ് മൈദയിലോട്ട് 1 കപ്പ് പാലും അതുപോലെ ഒരു 1/4 കപ്പ് തൈരും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു മിക്സ്ചറാണ് എടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇത് കറക്റ്റ് അളവാണ്. 1 കപ്പ് പാലും 1/4 കപ്പ് തൈരും. അത് കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക. നല്ലോണം കുഴച്ചെടുക്കണം മാവ്. പിന്നെ ഒരുപാട് എന്താ പറയുക, മാവ് നമ്മൾ കുറച്ചെടുക്കുമ്പോൾ ചിലപ്പോൾ ഇത്രയും ആവശ്യം വരില്ല. അപ്പോൾ അതൊക്കെ നോക്കട്ടോ. വല്ലാണ്ട് സോഫ്റ്റായിട്ട് എടുക്കരുത് മാവ്. സാധാരണ നമ്മൾ പൂരിക്കൊക്കെ മാവ് കുഴക്കുന്ന പോലെ നല്ലോണം നമ്മൾ കുഴച്ചിട്ട് സോഫ്റ്റാക്കി എടുക്കാനുണ്ട്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റാക്കരുത്. അപ്പോൾ ഇതുപോലെ ഈ ഒരു പരുവത്തിലാണ് വേണ്ടത് മാവ് നമ്മളുടെ. ഇനി നമ്മളിത് നല്ലോണം ഒന്ന് കുഴച്ചെടുക്കുക.
ചിലർ ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് സോഫ്റ്റ് ആക്കി എടുക്കും, എന്നിട്ട് പിന്നെ കുഴച്ചെടുക്കും. അപ്പോൾ ഒട്ടിപ്പിടിക്കുന്നൊരു പരുവായിരിക്കും. പക്ഷെ അങ്ങനെയല്ല വേണ്ടത്. നമ്മൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് പാകത്തിനുള്ള വെള്ളം മാത്രമേ പാടുള്ളൂ. പിന്നെ അത് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കണം. അപ്പോൾ ഇതിപ്പോൾ നല്ലോണം ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നല്ലോണം സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിന് ശേഷമാണ് നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പം ഇതുപോലെ ഒന്നിങ്ങനെ കുഴച്ചെടുത്തിട്ട് സോഫ്റ്റ്നെസ് കാണിച്ചു തരാം. ഈ ഒരു പരുവത്തിലാണ് വേണ്ടത്. നമ്മൾ നല്ലോണം വെള്ളം ഒഴിച്ച് കുഴച്ചിട്ടുണ്ടെങ്കിൽ ഫ്രൈ ആക്കുന്ന സമയത്ത് നല്ലോണം എണ്ണ കുടിക്കും കേട്ടോ. അപ്പോൾ ഇതാ ഒരു വലിയൊരു ബോൾ പോലെ ആക്കിയിട്ട് മുകളിൽ നല്ലോണം സ്മൂത്ത് ആക്കി കൊടുത്ത ശേഷം ഒരു ടീസ്പൂണ് ഓയിൽ, സൺഫ്ലവർ ഓയിൽ തന്നെയാണ് വേണ്ടത്. അത് ഒഴിച്ചു കൊടുത്തിട്ട് ഒന്നിങ്ങോട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓയിൽ ഒഴിച്ചു കൊടുത്ത ശേഷം പിന്നെ നമ്മളത് കുഴച്ചെടുക്കാൻ പാടില്ല കേട്ടോ. അതും കൂടി ശ്രദ്ധിക്കുക. മുകളിൽ മാത്രം ഒന്ന് സ്പ്രെഡ് ചെയ്തിട്ട് ഒരു അരമണിക്കൂർ അവിടെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കുക. അപ്പോൾ അരമണിക്കൂറിന് ശേഷം നമുക്ക് ബട്ടൂര ഫ്രൈ ആക്കാനുള്ള എണ്ണ അവിടെ ചൂടാക്കാൻ വയ്ക്കാം. ഒരു മീഡിയം ഫ്ലെയിമിൽ വയ്ക്കുക. അതുപോലെ ബട്ടൂര നമുക്ക് ഒന്ന് പരത്തിയെടുക്കാനുണ്ട്. അപ്പോൾ നമ്മുടെ മാവ് എന്തായെന്ന് നോക്കാം. നല്ല സോഫ്റ്റായിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇനി ഈ ഒരു മാവ് നമ്മൾ കുഴയ്ക്കാൻ പാടില്ല. അത് ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. പലർക്കും പറ്റുന്നൊരു അബദ്ധമാണ് ഈ മാവ് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ശേഷം പിന്നെ വീണ്ടും കുഴച്ചെടുക്കും. അങ്ങനെ ചെയ്യരുത്. ഇതുപോലെ ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. എന്നിട്ട് ഒന്ന് പരത്തിയെടുക്കുമ്പോഴും ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തെടുത്ത് ചെറിയൊരു തിക്നെസ് വേണം, എന്നാലേ അതിങ്ങനെ വീർത്ത് പൊങ്ങി വരുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മൈദപ്പൊടി സ്പ്രെഡ് ചെയ്തിട്ട് തന്നെയാണ് പരത്തിയെടുക്കുന്നത് കേട്ടോ. എന്നാൽ ഭയങ്കര കട്ടിയിലും ആക്കണ്ട, ചെറിയൊരു തിക്നെസ് വേണമെന്നുള്ളൂ. ഞാൻ കാണിച്ചു തരാം. പിന്നെ നമ്മൾ റൗണ്ട് ഷേപ്പിലല്ല ഇത് ഫ്രൈ ആക്കി എടുക്കുന്നത്. റൗണ്ട് ഷേപ്പിൽ പരത്തിയെടുത്ത ശേഷം 4 കഷ്ണങ്ങളാക്കി എടുക്കുവാണ്. ഒരു ട്രയാങ്കിൾ ഷേപ്പിലായിരിക്കും നമ്മുടെ ബട്ടൂര ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ ചെയ്യുക, അല്ലെങ്കിൽ റൗണ്ട് ഷേപ്പിൽ തന്നെ പൂരിയൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയും ചെയ്തെടുക്കാം. ബട്ടൂരയും പൂരിയും കാണുമ്പം സെയിം ലുക്കായിരിക്കും, പക്ഷേ ടേസ്റ്റിൽ ഭയങ്കര വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുക കത്തിയോണ്ട്. അപ്പോൾ ഒരു ബട്ടൂരയ്ക്കുള്ളത് നമ്മൾ പരത്തിയെടുത്ത് കഴിഞ്ഞാൽ 4 ചെറിയ ബട്ടൂര നമുക്ക് റെഡിയാക്കാൻ പറ്റും. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഫ്രൈ ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇട്ട് കൊടുത്ത പാടന്നെ കുറച്ചെണ്ണ കഴിഞ്ഞാൽ ഇതിങ്ങനെ പൊങ്ങി വരും. നല്ല ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ കളറ് മാറും. ലോ ഫ്ലെയിമിൽ ഇടരുത്, ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം. എണ്ണയുടെ ചൂട് ഭയങ്കര നിർബന്ധമാട്ടോ ശ്രദ്ധിക്കുന്നത്. കാരണം ബട്ടൂര് നല്ല കറക്റ്റായിട്ട് പൊങ്ങി വരണമെങ്കിൽ എണ്ണയുടെ ചൂട് നോക്കണം. അതുപോലെ തന്നെ നമ്മൾ പരത്തിയെടുക്കുന്നത് ഭയങ്കര തിന്നാക്കിയിട്ട് പരത്തിയെടുക്കാൻ പാടില്ല. കുറച്ചൊരു തിക്നെസ് വേണം, എന്നാലേ ഇങ്ങനെ പൊങ്ങി വരുള്ളൂ. അപ്പോൾ തിരിച്ചു മറിച്ച് ഒന്നിങ്ങോട്ട് തിരിച്ചിട്ട് കൊടുത്ത ശേഷം നമുക്കത് കോരി മാറ്റാം. ഇതിലൊട്ടും തന്നെ എണ്ണ കുടിക്കൂല കേട്ടോ. ബട്ടൂര് നമ്മൾ കഴിക്കുമ്പോഴൊക്കെ ഭയങ്കര ഡ്രൈ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. നല്ല സോഫ്റ്റും ആയിരിക്കും. എണ്ണ ഒട്ടും തന്നെ ഉണ്ടാവില്ല കഴിക്കുന്ന സമയത്തൊന്നും. പൂരിയുടെ ടേസ്റ്റ് ഒന്നുമില്ല. കാണുമ്പോൾ നമ്മൾ പൂരിയുടെ ഒരു ടെക്സ്ചറൊക്കെ ഉണ്ടെങ്കിൽ പോലും ടേസ്റ്റ് ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നല്ല ടേസ്റ്റ് ആട്ടോ. വെറുതെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണിത്. കറിയുടെ കൂടെ കിടിലൻ കോമ്പിനേഷൻ ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ വെറുതെയും കഴിക്കാം, ചായയുടെ കൂടെ വെറുതെ ഇരുന്ന് കഴിക്കാനും പറ്റും. അതുപോലെ തന്നെ കറിയൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ നല്ല കോമ്പിനേഷൻ ആവും. പിന്നെ എല്ലാ ബട്ടൂരയും ഇങ്ങനെ വീർത്ത് പൊങ്ങി വരണമെന്നില്ല. കാരണം നമ്മൾ പരത്തുമ്പം ചില ഭാഗത്ത് തിക്നെസ് കുറയുകയാണെങ്കിൽ അവിടെ അത് പൊങ്ങി വരില്ല കേട്ടോ. അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ എണ്ണയുടെ ചൂട് കുറവാണെങ്കിൽ അതും പൊങ്ങി വരില്ല. അപ്പം അതുകൊണ്ട് കേടായി എന്നൊന്നും വിചാരിക്കേണ്ട. അപ്പം ഇതുപോലെ ട്രൈ ചെയ്യുക. അതുപോലെ നമ്മുടെ അഫ്ഗാനി ചിക്കനും ഇതും കൂടി കിടിലൻ കോമ്പിനേഷനാണ്. അഫ്ഗാനി ചിക്കൻ കണ്ടോ, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയോട് കൂടിയിട്ടുള്ള അഫ്ഗാനി ചിക്കനാണ്. അപ്പോൾ നിങ്ങൾക്ക് ലൂസായിട്ടുള്ള കറിയാണ് ആവശ്യമെങ്കിൽ അങ്ങനെ കുറച്ചുകൂടെ ലൂസാക്കാതെ ഞാൻ കുറച്ച് ഇതിനൊക്കെ ശേഷം ഞാൻ കാണിച്ചു തരാം. പിന്നെ അഫ്ഗാനി ചിക്കൻ അധികം സ്പൈസി അല്ലാത്തൊരു കറിയാട്ടോ. അപ്പോൾ കുട്ടികൾക്കാണെങ്കിലും മുതിർന്നവർക്കാണെങ്കിലും ഒക്കെ ആ ഒരു ടേസ്റ്റ് കൊണ്ട് ഒത്തിരി ഇഷ്ടമാവും. അപ്പോൾ സ്പൈസി കുറച്ച് കൂടുതൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ കുറച്ച് കുരുമുളക് പൊടി ഒന്നുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ കുറച്ച് മാത്രമേ ചേർത്തിട്ടുള്ളൂ, പക്ഷേ ഇങ്ങനെയാണ് ടേസ്റ്റ്. പിന്നെ ബട്ടൂരയാണെങ്കിലും ചെറിയൊരു മധുരമുണ്ട്. അപ്പോൾ രണ്ടും കൂടി അപാര കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ കുറച്ച് ദിവസം മുമ്പ് പൊരിച്ച പത്തിരിയുടെയും മട്ടൻ കറിയുടെയും റെസിപ്പി ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. അതേപോലുള്ള ഒരു കിടിലൻ കോമ്പിനേഷനാട്ടോ ഈ ബട്ടൂരയും അഫ്ഗാനി ചിക്കനും. പിന്നെ ഞാൻ അഫ്ഗാനി ചിക്കനിൽ കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചിട്ട് എങ്ങനെയാണ് നമുക്കിത് കറി പോലെ ആക്കാന്നുള്ളത് കാണിച്ചു തരാം. കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ചുകൂടെ ഫ്രഷ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മൾ കറി പോലെ ആക്കിയാലും അത്യാവശ്യം തിക്നെസ് ഉണ്ട് കേട്ടോ. അപ്പം തിക്കായിട്ടും എടുക്കാം, അതുപോലെ തിക്ക് ഗ്രേവി ആയിട്ടും എടുക്കാം, അതുപോലെ കറിയായിട്ടും നമുക്ക് ഈ അഫ്ഗാനി ചിക്കൻ തയ്യാറാക്കാവുന്നതാണ്.
അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഫീഡ്ബാക്ക്സ് അറിയിക്കുക. പുതിയൊരു വീഡിയോയുമായിട്ട് വ്ളോഗുമായിട്ടൊക്കെ വരുന്നവരേക്കും ബൈ. താങ്ക് യു.